അമ്പമ്പോ അമ്പടകേമ കുന്നംകുളത്തങ്ങാടി അച്ഛനും അമ്മയും അല്ലാതെല്ലാം കിട്ടണരങ്ങാടി ആരെന്തൊക്കെ ചെന്നാലും നാടാകെ പേരുള്ളങ്ങാടി പ്രാണൻ പോലെ വ്യാപാരം കാണുന്നു പാവം അങ്ങാടി ആർക്കാറ്റ് പള്ളിയിലെ ഔസേപ്പ് കത്തനാർ കെങ്കേമമാക്കിയൊരങ്ങാടി കുന്നും കുളങ്ങളും ചേരുന്ന നാടിന് കുന്നംകുളം എന്നായ പേര് അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി പരമപുരാതനനാകും വണികൻ വണികനു പേരോ കോരാ കോരാ അവനു കിടാങ്ങളു കുരുവിള പ്രാഞ്ചീന്തേന്തത്ത തകതത്താരിത്ത തകതത്തുതത്തി വേറെ വഴിക്കൊരു കച്ചോടം കൂടണയാനൊരു തറവാട് തലമുറയുടെ തറവാട് പ്രാഞ്ചേരിക്കട മേലാള് കുരുവിയടക്കട രാജാവ് കോഴി കൂകും ഒരു നേരം തൊട്ടിന് ചിന്തയിൽ അത് മാത്രം കാണണ്ടേ കാണണ്ടേ മാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം വേലകളും തലവേലികളും നടുതല്ലിയലച്ചു ചിരിക്കണ ചരിതം അമ്പട അമ്പമ്പോ കണി മോശമായില്ല. എന്താണ് അല്ല സൂല് കണി കണ്ടത് പറയായിരുന്നു. കുരുവേട്ടൻ ബ്രാഞ്ച് ഇവിടെ ഇല്ല, എന്താ കാര്യം? പ്രാഞ്ചിയുടെ ഭാര്യയുണ്ടോ? എബിയുടെ സ്കൂളിൽ മീറ്റിങ്ങിന് പോയി. അപ്പൊ എല്ലാം കൊണ്ട് നന്നായി. എന്തിനി ആലീസിനൊന്നും സ്വകാര്യമായിട്ട് കാണാതിരിക്കായിരുന്നു. പറ്റി വിചാരിച്ചത് എന്നെ ശരിക്കും അറിയാൻ പാലത് എനിക്ക്. ആലീസ് തെറ്റിദ്ധരിക്കരുത്. സ്വകാര്യമുള്ള വാക്കിന് ഒരു അർത്ഥമല്ല ഉള്ളത്. എന്നെ തെറ്റായി തെറിക്കരുത്. എന്താ കാര്യം? അത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കാര്യം മനസ്സിലാക്ക, ഇത് 2016 അതിനി അത് മൊത്തം കൂട്ടിയാൽ 9, 10 തികയില്ല. നിങ്ങ പോയിട്ട് വന്നേ, നിങ്ങ പറയണ എനിക്കൊന്നും മനസ്സിലാകണില്ല. നിങ്ങളുടെ ഭർത്താവ് കുരുവിളെ കുറിച്ചാണ് നാം പറയുന്നത്. പൂർണ്ണത അവകാശപ്പെടാനില്ലാത്തൊരു ജന്മം. എന്ത് പൂർണ്ണത? എന്തു ചെയ്താലും അതിന് അതിൻ്റെതായ പൂർണ്ണതയില്ല. പ്രാഞ്ചിയെ നോക്കൂ, എല്ലാവരും പ്രാഞ്ചിയുടെ വീട് എന്ന് പറയുന്നു, കുരുവിളയുടെ വീട് എന്ന് ആരും പറയുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ട്. പ്രാഞ്ചിക്ക് ഈ വീട്ടിൽ 1ാം സ്ഥാനം, കുരുവിളക്ക് 2ാം സ്ഥാനം. അതെന്താ? അത് പ്രാഞ്ചിക്ക് ഇച്ചിരി വാചകടി കൂടുതലാണ്. എന്റെ കുരുവേട്ടൻ ഒരു പാവം ഇതുകൊണ്ടാണ്. അതൊന്നുമല്ല പ്രശ്നം. ഈ 2016 കുരുവിളക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ വന്നു കാണാൻ പറയൂ. അടിച്ചു വരളു തുടങ്ങിയോളൂ. നമോ നമ. ഹൗ മുരുകാ. പൂർണ്ണത ഇല്ലേ? ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇവിടെ എന്തോ കാര്യം പറയണ്ട് പറഞ്ഞപ്പോ എന്തോ ആനക്കാര്യം കരുതി ഞാൻ. എടി ആ സാമിക്ക് വട്ടാണ്. സമ്മതിച്ചി. ഒന്നുമില്ലാതെ ഒരാളൊന്നും പറയൂലല്ലോ. എടി ആളുകളെ കുപ്പിയിലാക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഓരോന്ന് പറയും. അത് അവരുടെ ബിസിനസ്സാണ്. ബിസിനസ് ആണ്, ശരി. സൂസനോടല്ല സാമി ഇത് വന്ന് പറഞ്ഞത്, എന്നോടാണ്. അത് നിങ്ങളുടെ ആർക്കാ ബുദ്ധി ഇല്ലാത്തത് സാമിക്ക് മനസ്സിലായിണ്ടാവും. എനിക്കും പ്രാഞ്ചിയാണ് ഈ കുടുംബത്തെ എല്ലാത്തിനും മുന്നിൽ എന്ന് പറഞ്ഞപ്പോഴില്ലേ, എനിക്ക് ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി.
ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി കുരുവേട്ടൻ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. എടി അപ്പൊ അണക്കൗണ്ട് പറയാറുന്നില്ലേ ഈ വീട്ടിലെ എല്ലാ കാര്യത്തിലും ഒരുപടി മുന്നിൽ പ്രാഞ്ചി അല്ല കുരുവേട്ടനാണെന്ന്. അതെ ഞാനിപ്പൊ കുമ്പസാരിച്ചേ ഉള്ളു. ഇനി നോണ പറഞ്ഞ് പാമ്പം കൂട്ട എന്നെ കൊണ്ട് പറ്റൂല. എടേ ഇങ്ങോട്ട് ഞാൻ എന്ത് കാര്യത്തിലാടി പ്രാഞ്ചിയൊക്കെ പറയല്? ഭാഗ്യത്തിന്റെ കാര്യത്തില് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാ കുരുവേട്ട? അല്ല അത് എന്നൊക്കെ പറഞ്ഞ ഒരു യോഗാണത്. അത് വന്നിട്ടും പോയിട്ടിരിക്കും. ഞാനെന്ത് ചെയ്യാനാ? ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ആ കാണിപ്പയ്യൂർ തിരുമേനിയില്ലേ, പുള്ളിക്കാരന്റെ അടുത്ത് വീടിന് ദോഷമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വരുമ്പത്തേക്കിനും ഉണ്ടല്ലോ, ആ വീടിന്റെ ഒരു മുറി എടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കാൻ പറയും. അങ്ങനെ ചെയ്യുമ്പത്തേക്കിനും അവരുടെ ദോഷം മാറും. അതുപോലെ ചെറിയൊരു കാര്യം ചെയ്ത് എന്റെ കുരുവേട്ടന്റെ ദോഷം മാറും. അതെല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ റൂം പ്രാഞ്ചിക്ക് കൊടുത്തിട്ട് പ്രാഞ്ചി റൂം ഉമ്മക്ക് എടുക്കാം. എന്റെ ഈശോ, നിങ്ങളുടെ ദോഷത്തിന് റൂം മാറ്റിട്ട് എന്താ മനുഷ്യ കാര്യം? എടി പിന്നെ ഞാൻ എന്തൂട്ടം മാറ്റണ്ടേ? നിങ്ങളുടെ പിടിവാശി മാറ്റണം. ആ സാമിനെ പോയി കാണുന്നോണ്ട് എന്താണ് കുരുവേട്ട ബുദ്ധിമുട്ട്? കാണാല്ലേ? ആ പ്രാഞ്ചിനോട് കൂടി ആലോചിച്ചിട്ട് നിങ്ങളെ ഞാൻ എന്താ ആലീസ് പറഞ്ഞു സാമി എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്താ സാമി ഇങ്ങോട്ട് വന്നത്? നടന്നല്ല, വണ്ടിയിലാണ്. എന്താ സാമി? ரொம்ப അപകടമാർക്ക് ഈ വർഷം വണ്ടി എടുക്കൂടാതെ. അതിപ്പോ ഞാൻ മാത്രല്ല, ആര് സഞ്ചരിച്ചാലും നോക്കിയില്ലെങ്കിൽ വീഴും. കാരണം റോഡൊക്കെ കൊളായി കിടക്കല്ലേ. അതല്ലേ പിന്നെ 2016 உங்களுக்கு മോശമാണ് കാലം. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ உங்களுக்கு രാജ്യയോഗം കിടക്കും. ശ്രമിക്കാന്ന് പറഞ്ഞ അതായത് ഉങ്ങള് ഒരാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അപകടത്തിന് உங்களுக்கு രാജ്യയോഗം തുടങ്ങും. സ്വാമി രക്ഷപ്പെടുത്തുക എന്ന് പറയുമ്പോ അതെങ്ങനെയാ? ഏതെങ്കിലും ഒരു സൈക്കിള് കെട്ടിമറിഞ്ഞു വീണ് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുകയോ തീയാളിപ്പിടുത്തത്തിൽ അണയ്ക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒപ്പം തുടങ്ങും രാജയോഗം. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ സ്വാമി? വിശ്വസിക്കണം. 2016 ഉങ്ങളുടെ പഞ്ചാംഗ പ്രകാരം വെച്ച് നോക്കുമ്പോൾ ഊരാടമല്ലേ നാട്. അതെ தெரியும் தெரியும். அதுக்கு முன்னே நான் சொல்லிட்டு தெரியுமா? അല്ല സ്വാമി, ഈ രാജയോഗം എന്ന് പറഞ്ഞ എന്താ? എന്നിട്ടിപ്പോ നമ്മുടെ രാഷ്ട്രപതി ഇല്ലയാ, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷാ പതക്കം പോലും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ വാഹനം ഓടിക്കാൻ പാടില്ല അല്ലേ സ്വാമി? പാടില്ലേ. നിങ്ങൾ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ രാജയോഗം പ്രാഞ്ചിക്ക് കിടക്കും. അതെങ്ങനെ? അവന്റെ നാളെ കാർത്തികയല്ലേ? അതെ, അതുതാൻ പോടുമാ. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ അപകടത്തിൽപ്പെടാതിരിക്കാൻ വണ്ടി ഓടിക്കരുത്, രാജയോഗം വരും. അയ്യോ വേണ്ടേ വേണ്ടേ അതെന്തേ വേണ്ടേ? ഞാൻ നല്ലൊരു കാര്യം പറയാൻ വന്നു. വേണ്ട, ശരിയല്ല. വേണ്ടേ വേണ്ടേ പ്രാർത്ഥിക്കാവേ. വേണ്ടേ? ശരി സ്വാമി, ഞാനങ്ങടെ ഉക്രോ. ഈ എവിടെ ഉണ്ട്? പെരുമ്പിലാവോ? ആടാ, നീ എന്നാ വട്ടമാവ് വരെ വാടാ. അവിടെ വണ്ടി വെച്ചിട്ടുണ്ടാവുന്ന വീട്ടിൽ കൊണ്ടുപോകണം. വാടാ, കാര്യമായിട്ട് പറയാ. വേവാ. ഇനിയിപ്പോ വണ്ടിയിൽ പോയിട്ട് അപകടം വന്നിട്ട് രാജയോഗം വരാണ്ടിരിക്കണ്ട. കുന്നംകുളത്തങ്ങാടി കുന്നംകുളത്തങ്ങാടി തൊട്ടാ മനസ്സിരുത്തി വായിക്കല്ലേ? വായിക്കല കണക്കാ. അല്ലേലും നീയൊക്കെ കണക്കാ. സൂസേ സൂസേ
എന്താ പ്രാഞ്ചേട്ടാ? എടി ഇവന്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോയിട്ട് എന്തുണ്ടായെന്ന് പറഞ്ഞല്ല. സിസ്റ്റർ എന്തെങ്കിലും പറഞ്ഞോ? അതൊക്കെ ഞാൻ പറയാം. അതിലും വലിയൊരു കാര്യമല്ലേ ഇപ്പൊ കുടുംബത്തിൽ നടക്കണേ. എന്തുട്ട്? അതെ, ഞാൻ വല്ലതും പറയുമ്പോ എന്നെ തല്ലാനൊന്നും വരല്ലോ. നീ കാര്യം എന്തുട്ടാ പറയണേ? കുരുവേട്ടനും അലീസേച്ചും കൂടി ഇവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തുട്ട് പ്ലാൻ? അവര് രഹസ്യമായിട്ട് എന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ട്. നീ എന്തുട്ടൊക്കെ പറയണേ? അവര് ഭാര്യ ഭർത്താവല്ലേ, എന്തൊക്കെ സംസാരിക്കാണ്ടാവും? അതിന് രഹസ്യമായിട്ട് എന്ത് കാര്യമാണ് സംസാരിക്കാനുള്ളത്? അതെ, ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയണത് തന്നെ പരമ രഹസ്യ. ആരാ നിനക്ക് ഈ ജാതി വർത്താനം പറഞ്ഞേ? ക്ലാസ്സിലെ മേരിക്കുട്ടി. ആ മേരിക്കുട്ടിയുടെ കാര്യം തന്നെ സിസ്റ്റർ എന്നോടും പറഞ്ഞത്. അപ്പൊ ഈ അമ്മ പറയണമെന്ന് വിശ്വസിക്കലട്ടാ, ഫുള്ള് നുണയാ. അകത്തേക്ക് പോയേ. ഈ ജാതി വർത്താനൊന്നും ചെറിയ വായിൽ വേണ്ടാ. പോയവിടുന്ന്. ദാമ്പത്യ ജീവിതം എന്തുട്ടാ സിസ്റ്റർ പറഞ്ഞേ? അതൊക്കെ പിന്നെ പറയാം. കുരുവേട്ടനും ആലീസേച്ചും കൂടെ പിന്നാമ്പറത്ത് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരെവിടെയെങ്കിലും നിന്ന് എന്തുട്ടെങ്കിലും പ്ലാൻ ചെയ്യട്ടെ. നീ സിസ്റ്റർ പറഞ്ഞ കാര്യം പറയേ. ഇങ്ങനൊരു മനുഷ്യൻ. അതെ, സിസ്റ്റർ പറഞ്ഞിട്ട് മേരിക്കുട്ടി നന്നായിട്ട് പഠിക്കുന്നില്ലാന്ന്. അത്ര തന്നെ. ഏത് മേരിക്കുട്ടി? മേരിക്കുട്ടി ഒരു കുഞ്ഞാട്ടിലെ മേരിക്കുട്ടി ഇല്ലേ, ആ മേരിക്കുട്ടി തന്നെ. അത്രേ ഉള്ളൂല്ലേ? അല്ല പ്രാഞ്ചേട്ടാ, കുരുവേട്ടനും ആലീസേച്ചും കൂടി ഇപ്പൊ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? അവര് ചന്ദ്രനിൽ സ്ഥലം മേടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. എന്താ നിനക്ക് അങ്ങനെ സ്ഥലം ആലോചിക്കണോ? വേണോ? എന്നാ പോയാ രഹസ്യം ഞാൻ ആദ്യം പറഞ്ഞു വഴക്ക് പറയില്ലെന്ന്. ഒരു മനുഷ്യന് എവിടെ നിന്നൊരു കാര്യം പറയാൻ പറ്റില്ല. ഒക്കെ അറിയണ അവൾക്ക്. സ്വാമി പറയണതേ ഒരാളെനെ ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാ പിന്നെക്ക് രാജയോഗ അത്രേ. അതിന് അപകടം ഉണ്ടാവണ്ടേ കുരുവേട്ടാ? അത് തന്നെ അല്ലാതെ ഉണ്ടാവണ സമയത്ത് കുരുവേട്ടന് ഇവിടെ വേണോ താനും? നമുക്കൊരു കാര്യം ചെയ്താലോ? അപകടം അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്താലോ? എങ്ങനെ? നീ പോയിട്ടൊരു അപകടത്തിൽ പെടും, ഞാൻ അതിസാഹസികമായിട്ട് നിന്നെ രക്ഷപ്പെടുത്തും. എങ്ങനെയുണ്ട്? ഞാൻ പോയി കിണറ്റിച്ചാടണമെന്നാണോ നിങ്ങൾ പറയണത്? അങ്ങനെ നിങ്ങൾക്ക് രാജയോഗം വേണ്ടട്ടാ. എടി ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലേ. നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത നടക്കും എനിക്ക് തോന്നണില്ല കുരുവിയേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മക്കേ സൂസന്റെ ഡ്രസ്സിൽ തീ കൊടുക്കാം. കുരുവേട്ടിന് ഓടി വന്നത് അങ്ങടാ നിക്കണം. ഓ എടി, ഒരു മനുഷ്യനെ രക്ഷിക്കണം. സൂസൻ എന്താ മനുഷ്യനല്ലേ? അത് ശരി, സൂസൻ ഇട്ട ഡ്രസ്സിന് തീ കൊടുക്കണമെന്ന്. അല്ല, അതെങ്ങനെ കൊടുക്കും? എവിടെ വെച്ചിട്ട്? സൂസൻ അടുക്കളയിൽ നിൽക്കണ നേരത്തെ അടുപ്പിൽ കത്തുന്ന തീക്കൊള്ളി എടുത്ത് താഴ്ത്തോട്ടിടും. അത് പതുക്കെ നീക്കി സൂസന്റെ നൈറ്റിന്റെ അടുത്തോട്ട് അങ്ങോട്ട് വെക്കും. അപ്പൊ കത്ത് പിടിക്കും. ഞാൻ വരുമ്പോഴേക്ക് അത്യാവശ്യം കത്തണ്ടൊക്കെ കത്തി കഴിയും. പിന്നെ ജയിലില് ഗോതമ്പുണ്ട തിന്നല്. അതാടി രാജയോഗം. നടക്കണ വല്ല കാര്യം പറയടി. അന്ന് അത് പോട്ടെ, മാക്സി ഇട്ടാലല്ലേ കുഴപ്പമുള്ളൂ. ഞാൻ സൂസന് നാളെ കുടുംബശ്രീക്ക് പോണുണ്ട്. അപ്പൊ അവിടെ സാരി എടുക്കും. ആ സാരിയുടെ തലയ്ക്ക് തീ വെച്ചാ പോരെ? കത്തി ഉടനെ കുരുവേട്ടിന് വന്ന് രക്ഷപ്പെടുത്താല. സംഭവമൊക്കെ നല്ല ഐഡിയ ആണ്. അതാണ്. പക്ഷെ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി കുടുംബശ്രീ പോണവരെ ഞാൻ കടയിൽ പോവാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതൊക്കെ വേണ്ടി വരും. സാറില്ല, ഇരിക്കാം. രാജയോഗം ഉണ്ടാവാനല്ലേ? രാജയോഗം ഉണ്ടാവൂടി. പിന്നെ അപ്പൊ ഞാനൊരു രാജാവൊക്കെ ആവൂല്ലേ? പാടി. കുരുവേട്ടാ. പറഞ്ഞില്ലേ? ഞാൻ വരാം, നീ പൊക്കോ. എന്താ പരിപാടി? ഒന്നുമില്ലടാ, അത് ഞാൻ പിന്നെ പറയാം, നീ വിട്ടോ. എന്താ പ്രാഞ്ചേട്ടാ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആലീസേച്ചും കുരുവേട്ടനും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന പോലെ. എന്താ അവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തുട്ടാ പറയണേ? അതെ, ഞങ്ങള് കുടുംബശ്രീയുടെ കാശ് അടയ്ക്കാൻ ബാങ്കിൽ പോകുന്നുണ്ടേ.
പ്രാഞ്ചേട്ടൻ വാങ്ങിത്തന്ന 6000 രൂപയുടെ സാരി എടുക്കാൻ തുടങ്ങിയപ്പോ ആലീസേച്ചും കുരുവേട്ടനും സമ്മതിക്കുന്നില്ല. അവരാ തീരുമാനിക്കണേ. എനിക്കറിയില്ല പ്രാഞ്ചേട്ടാ. അതെ, ഇതുവരെ എന്റെ ഒരു കാര്യത്തിലും കുരുവേട്ട ഇടപെട്ടിട്ടില്ല. ദേ ഇപ്പൊ ഞാൻ 250 രൂപ കൂറ സാരി കൊടുത്തിരിക്കുന്നേ. അത് എടുത്തോണ്ട് പോയാ മതിയെന്ന്. ആലീസേച്ചു നല്ല സാരി കൊടുത്തിരിക്കുന്നേ. അവരെന്തിനപ്പം നിന്നെ ഭരിക്കണേ? എനിക്കറിയില്ല പ്രാഞ്ചേട്ടാ. ദേ പ്രാഞ്ചേട്ടൊന്ന് വേഗം വന്നേ, ഞാൻ നല്ല സാരി കൊടുക്കുള്ളൂ കേട്ടോ. ആ വെക്കി ഞാൻ വരുന്നു. ശരി ശരി. കുന്നംകുളത്തങ്ങാടി കുന്നംകുളത്തങ്ങാടി ചേർത്തി പ്രാഞ്ചേട്ടാ പ്രാഞ്ചി എന്താ നിങ്ങളെ ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ കണ്ടിട്ടുള്ളത്? അതെ അല്ലേ? അതിലുണ്ടായി ഇതിലുണ്ടായിന്നാ? ബ്ലിക്കടാളും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് ബോധ്യായിട്ടാ. എന്റെ ഭാര്യ കൊന്നിട്ട് എന്തുട്ടാ കേട്ടാ പോണേ? കൊല്ല് എടാ പ്രാഞ്ചി അതെ മതി, നിർത്ത്. എന്റെ ചേട്ടനായി പോയി. എനിക്ക് ജാതി ഭർത്താവിനെ ഞാൻ പറയട്ടാ. സൂസേ മടി. അവള് കറക്റ്റ് സമയത്തിന് വിളിച്ചോണ്ട് ഞാൻ നേരത്തെ എത്തി. അല്ലെങ്കിൽ എന്താ സ്ഥിതി? തമ്പരം കർത്താവ് പ്രാഞ്ചിനെ ചതിക്കില്ല. മടി, നടക്ക്. മടി പറഞ്ഞത്. പ്രാഞ്ചി കുരുവേട്ട അവരെ പോയി വിളിക്കൂ. കുരുവേട്ട കുരുവേട്ട പോൾ
അല്ല ഇപ്പൊ ഞങ്ങൾക്കൊരു വീട് ശരിയായിട്ടുണ്ട്. നീ യാത്രയില്ല, ഞങ്ങളങ്ങോട്ട് ഇറങ്ങാം. നീ എന്തുകൊണ്ട് പ്രാഞ്ചി പറയണേ? ഞാൻ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് കുരുവി നിന്നോട് പറഞ്ഞില്ലേ? എന്നിട്ടും തീർന്നില്ലേ നിന്റെ വാശി? ആ തീ അങ്ങോട്ട് കത്തിപ്പിടിച്ചാലോ? എടാ എന്റെ കൊക്കില് ജീവണ്ടെങ്കിൽ ഞാൻ അവളെ രക്ഷിക്കില്ലടാ. അവളിന്റെ പെങ്ങളല്ലടാ. എന്റെ കുഞ്ഞെ ആ സാരിയിലൊരു തുമ്പ് അത്രേ വിചാരിച്ചുള്ളൂ, അല്ലാതെ ഞാൻ എന്റെ സൂസിനെ കത്തിക്കോ? പ്രാഞ്ചി നിന്റെ അപ്പന് ഇതൊന്നും സഹിക്കണ്ടാവില്ല കേട്ടോ. എളപ്പാ ഓരോരുത്തരെ വർത്താനം കേട്ടിട്ട് ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണം. അല്ലെ ഇപ്പൊ കിടന്ന് മോങ്ങിട്ട് കാര്യമില്ല. രാജയോഗ അത്രേ. ഇത് കുരുവേട്ടിന് വീടാ. എനിക്കിവിടെ 2ാം സ്ഥാനം മതി. പ്രാഞ്ചിയെ എനിക്കൊരു യോഗം വേണ്ട. ഈ വീട്ടിൽ ഞാൻ ആരും ആവണ്ട. നീ നന്നാവണമെന്ന് കാണാൻ എനിക്കിഷ്ടം. അതൊക്കെ പോട്ടെ കുരുവേ. ഞാൻ ഒരാളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചാൽ നിനക്ക് രാജയോഗം കിട്ടുന്ന ഉറപ്പുണ്ടോ? എന്റെ ആളെപ്പ അതൊക്കെ വിശ്വാസല്ലേ? വെറുതെ ഓരോന്നിലും ചെന്ന് ഇടപെട്ടാ ഞാൻ. അല്ലട കുരുവേ, നിനക്ക് മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നീ ഒരാളെ രക്ഷിക്കടാ. എനിക്ക് ആരും രക്ഷിക്കും വേണ്ട, അങ്ങനെ ഒരു രാജയോഗം വേണ്ട. അങ്ങനെ പറയരുത്. നിന്റെ നന്മ മാത്രം ഉദ്ദേശിച്ചേ നിനക്ക് ഉപദേശം തന്ന ഒരു സ്വാമിയില്ലടാ, ആ എലിസ്വാമി. അവൻ നിന്നെ സഹായിക്കട്ടെ. മക്കള് അയാളെ ഇങ്ങനെ കൊണ്ടുവന്നേരാ. എലിസ്വാമിനെ കൊണ്ടാടങ്ങട് കൊണ്ടുവരാളപ്പാ. മോങ്ങാണ്ടിക്കണെന്ന് സമാധാനായിട്ട് കഴിഞ്ഞിരുന്ന കുടുംബത്തിന് അന്ധവിശ്വാസം കോരിയിട്ടിട്ട് ഇവന് കൊടുക്കട ചങ്കലി 2 കുർബാന. ഇവനെ ആശുപത്രി കൊണ്ടോടാ. നിനക്ക് രാജയോഗം വേണ്ടേ? ഇവന്റെ വാക്ക് കേട്ടിട്ടേ എന്റെ കുടുംബപ്പ 2ആയാനെ. ഈ തെണ്ടിനെ രക്ഷിച്ചിട്ട് എനിക്ക് രാജയോഗം വേണ്ട. ഇവനെ നീ എന്താ ആൺകുട്ടി? ഇനി എടുത്ത് ആശുപത്രി കൊണ്ടുപോ.